ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ ന്യൂ മോഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മോഡ്യൂൾ 6 പോളിമേഴ്സ് എന്നാണ് ഈ മോഡ്യൂളിൻ്റെ പേര്. ഈ മോഡ്യൂളിൽ നമുക്ക് കാണാനുള്ളത് പോളിമേഴ്സ് ക്ലാസിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾസ്, പിന്നെ ഒരു പ്രത്യേക തരം പോളിമേഴ്സ് ടെർപീൻസ്, അതിനെക്കുറിച്ചുമാണ് നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് പോളിമേഴ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനിലാണ്. അതിനു മുന്നേ എന്താണ് പോളിമർ? ആ വേർഡ് പോളിമർ എന്ന് പറയുന്നത് രണ്ട് വേർഡ്സിൻ്റെ കോമ്പിനേഷനാണ്, പോളി ആൻഡ് മർ. ഓക്കെ, പോളി എന്ന് പറയുന്നത് മെനി എന്നാണ്. ഗ്രീക്കിൽ പോളി എന്ന വേർഡിൻ്റെ അർത്ഥം മെനി എന്നാണ്. ഇംഗ്ലീഷിൽ മെനി എന്നാണ് ഗ്രീക്കിലെ പോളി എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം. മെറോസ് എന്ന് പറഞ്ഞാൽ, ഗ്രീക്കിൽ മെറോസ് എന്ന് പറയുമ്പോൾ അതിൽ ഇംഗ്ലീഷിൽ പറയുന്നത് പാർട്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് എന്നാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് വരുമ്പോൾ മെനി പാർട്സ് എന്നാണ് ഒരു പോളിമറിൻ്റെ അർത്ഥം എന്ന്. പോളിമർ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെനി പാർട്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പദങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കുന്ന പോളിമറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ മാക്രോ മോളിക്യൂൾ വിച്ച് ഈസ് ഫോംഡ് ബൈ റിപ്പീറ്റഡ് ലിങ്കിങ് ഓഫ് സ്മോൾ മോളിക്യൂൾസ് കോൾഡ് മോണോമേഴ്സ്. ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ, ചെറിയ ചെറിയ മോളിക്യൂൾസ് ആണ് മോണോമേഴ്സ്. ഈ മോണോമേഴ്സിനെ കമ്പൈൻ ചെയ്ത് ഒരു വലിയ മോളിക്യൂൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോണോമറിനെ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന വലിയ മോളിക്യൂളിനെയാണ് നമ്മൾ പോളിമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പോളിമർ? ഇറ്റ് ഈസ് എ മാക്രോ മോളിക്യൂൾ വിച്ച് ഈസ് ഫോംഡ് ബൈ റിപ്പീറ്റഡ് ലിങ്കിങ് ഓഫ് സ്മോൾ മോളിക്യൂൾസ് കോൾഡ് മോണോമേഴ്സ്. അതിൽ നിന്ന് നമുക്ക് മോണോമറിനും ഒരു ഡെഫിനിഷൻ കിട്ടുന്നുണ്ട്. എന്താണ് മോണോമർ? മോണോമർ ഈസ് ദ റിപ്പീറ്റിംഗ് യൂണിറ്റ് വിത്ത് വിച്ച് എ പോളിമർ ഈസ് മെയ്ഡ് ഓഫ്. Monomer is the repeating unit with which a polymer is made of. അപ്പോൾ മോണോമറിനെ പോളിമറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. Polymerization is the process through which a large number of monomer molecules react together to form a പോളിമർ. മോണോമേഴ്സ്, ഒരുപാട് മോണോമേഴ്സ് കമ്പൈൻ ചെയ്ത് ഒരു വലിയ പോളിമർ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന് എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ പ്രോട്ടീൻസ് നമുക്കറിയാം, അതിൻ്റെ പേര് പോളിപെപ്റ്റൈഡ്സ് എന്നാണ്. അപ്പോൾ പ്രോട്ടീൻസ് ആർ പോളിമേഴ്സ്. ന്യൂക്ലിക് ആസിഡ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, പോളിന്യൂക്ലിയോടൈഡ്സ് ആണ്. ദേ ആർ ഓൾസോ പോളിമേഴ്സ്. പിന്നെ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന സെല്ലുലോസ്, ഷുഗർ, ഇതെല്ലാം പോളിസാക്കറൈഡ്സ് ആണ്. റബ്ബർ എന്ന് പറയുന്നത് പോളി ഐസോപ്രീൻ ആണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ നാച്ചുറലി ഒക്കറിങ് പോളിമറുകളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കോട്ടൺ ഒരു പോളിമറാണ്. DNA, ന്യൂക്ലിക് ആസിഡ്സ്, അത് പോളിന്യൂക്ലിയോടൈഡാണ്. ഹണി ഒരു പോളിസാക്കറൈഡാണ്. പിന്നെ ഈ കാണിച്ചിരിക്കുന്ന ഫൈബറുകൾ, പിന്നെ വുഡ് സെല്ലുലോസാണ്, ഒരു പോളിസാക്കറൈഡാണ്. ഇതെല്ലാം തന്നെ പോളിമേഴ്സാണ്. ഇനി ഇത് കൂടാതെ സിന്തറ്റിക് പോളിമേഴ്സാണ് പോളിത്തീൻ, പോളിവീനൈൽ ക്ലോറൈഡ്, പോളിയെസ്റ്റർ, നൈലോൺ, മെലാമിൻ. ഇതെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം ഇതെല്ലാം തന്നെ സിന്തറ്റിക് പോളിമേഴ്സ് ആണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് തരം ക്ലാസിഫിക്കേഷൻ കാണാം. അപ്പം ക്ലാസിഫിക്കേഷൻ പലതരമുണ്ട്. ബേസ്ഡ് ഓൺ സോഴ്സ്, നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ. Based on structure, linear, branched or cross-linked. Based on type of polymerization, addition and condensation. And based on type of molecular forces. അതെന്താണെന്ന് നമുക്ക് കാണാം. അപ്പം ഇങ്ങനെ 4 തരത്തിലാണ് പോളിമേഴ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബേസ്ഡ് ഓൺ സോഴ്സ്, സ്ട്രക്ചർ, ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ ആൻഡ് ടൈപ്പ് ഓഫ് മോളിക്കുലാർ ഫോഴ്സസ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ പോളിമറിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, അതൊന്നുകൂടെ പറയാം. നാച്ചുറൽ പോളിമേഴ്സ് ആൻഡ് സിന്തറ്റിക് പോളിമേഴ്സ്. നാച്ചുറൽ പോളിമേഴ്സ് ആർ പോളിമേഴ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം നേച്ചർ. എക്സാമ്പിൾ സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്. ഇതെല്ലാം തന്നെ നാച്ചുറൽ പോളിമറുകളാണ്. അപ്പോൾ സിന്തറ്റിക് പോളിമേഴ്സ് എന്താണ്? പോളിമേഴ്സ് പ്രിപ്പയർഡ് ഇൻ ദ ലബോറട്ടറി. സിന്തസൈസ് ചെയ്തെടുക്കുന്ന പോളിമേഴ്സിനെയാണ് സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പോളിത്തീൻ,
പോളിവീനൈൽ ക്ലോറൈഡ്, PVC പൈപ്പ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇതെല്ലാം തന്നെ സിന്തറ്റിക് പോളിമേഴ്സ് ആണ്. ഇതുകൂടാതെ ഒരു കാറ്റഗറി കൂടിയുണ്ട്, സെമി സിന്തറ്റിക് പോളിമേഴ്സ്. എന്താണ് ഈ സെമി സിന്തറ്റിക് പോളിമേഴ്സ്? ദ പോളിമേഴ്സ് derived from naturally occurring polymers by chemical modification. ഇപ്പോൾ നാച്ചുറൽ പോളിമേഴ്സിനെ കെമിക്കൽ മോഡിഫിക്കേഷൻ വഴി പുതിയ പോളിമർ ആക്കുന്നതിനെയാണ് സെമി സിന്തറ്റിക് പോളിമർ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, വൾക്കനൈസ്ഡ് റബ്ബർ നമുക്ക് നാച്ചുറലി കിട്ടുന്നതാണ്. അതിനെ സൾഫർ വെച്ച് ക്രോസ് ലിങ്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ റബ്ബറിനേക്കാൾ നല്ല പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സാധനമാണ് വൾക്കനൈസ്ഡ് റബ്ബർ. അപ്പോൾ അത് നാച്ചുറൽ ആണ്, പക്ഷെ അതിനെ കെമിക്കലി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ സെമി സിന്തറ്റിക് പോളിമർ എന്ന് വിളിക്കാം. അതേപോലെ തന്നെ റയോൺ എന്ന് പറഞ്ഞാൽ സെല്ലുലോസ് അസറ്റേറ്റ് ആണ്. സെല്ലുലോസ് നാച്ചുറലി ഒക്കറിങ് ആണ്. അതിനെ അസറ്റിലേറ്റ് ചെയ്യും, കെമിക്കലി മോഡിഫൈ ചെയ്യുകയാണ്. അസറ്റിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് സെല്ലുലോസ് അസറ്റേറ്റ്. അതിനെ റയോൺ എന്ന് പറയും. റയോൺ തുണികൾ എന്ന് കേട്ടിട്ടില്ലേ? ഈ റയോൺ തുണികളെല്ലാം തന്നെ സെമി സിന്തറ്റിക് പോളിമേഴ്സ്. അപ്പം ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് ബേസ്ഡ് ഓൺ സോഴ്സ് ഓർ ഒറിജിൻ. നാച്ചുറലും സിന്തറ്റിക്കും നമുക്കറിയാം. അതുകൂടാതെ ഒരു കാറ്റഗറി കൂടി സെമി സിന്തറ്റിക് പോളിമേഴ്സ്.